മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വെണ്ടയ്ക്ക മോരുകറിയുടെ റെസിപ്പിയാണ്. വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് ഈ വെണ്ടയ്ക്ക. മിക്ക ആൾക്കാർക്കും ഈ വെണ്ടയ്ക്ക ഇഷ്ടമില്ല, കാരണം ഇതിൻ്റെ കിളുകിളുപ്പും വഴുവഴുപ്പും കാരണം. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രുചികരമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കറിയാണ്. ചോറ് കഴിക്കാൻ ഇതും വേറെ എന്തെങ്കിലും സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി. വെണ്ടയ്ക്ക കഴിക്കാത്തവരൊക്കെ കഴിച്ചിട്ട് വീണ്ടും വീണ്ടും പറയും ഇതേ രീതിയിൽ വെണ്ടയ്ക്ക കറി വെച്ച് തരാം. അപ്പോൾ വെണ്ടയ്ക്ക നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ വെണ്ടയ്ക്ക വേസ്റ്റാക്കി കളയില്ല. അത്രയ്ക്ക് രുചികരമായിട്ടുള്ളൊരു കറിയാണ്. ഒരു തവണ കറി വെച്ച് ഒന്ന് നോക്കണേ മക്കളെ. അതിനായിട്ട് ഞാൻ നല്ല കിളിർന്ന് ഒരു 200 ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. വളരെ കിളിർന്നാണ് കേട്ടോ, ചെറുതുമാണ്, കനം കുറഞ്ഞതുമാണ്. ഇതാണ് ഈ കറിക്ക് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുത്താണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് മൂക്കാനും അതിനകത്ത് മസാലകളൊക്കെ പിടിക്കാനും ഒക്കെ നല്ലത് ഇങ്ങനെ ഒരെണ്ണം തന്നെയാണ്. പിന്നെ ഒരു സവാളയും ഒരു 5-6 പച്ചമുളകും നമ്മളിതിന് ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വെണ്ടയ്ക്ക ഏതാണ്ട് ഈ ചെറുതായതുകൊണ്ട് 2ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ഇതേ വലിപ്പത്തിൽ കേട്ടോ. കനം കുറഞ്ഞാണ്ട് ഇതേ വലിപ്പത്തിൽ തന്നെ നീളത്തിൽ തന്നെ എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഞെടുപ്പ് നമ്മളിത് കഴുകി കഴിഞ്ഞിട്ട് അരിയാൻ പാടില്ല കേട്ടോ. കഴുകി നല്ലപോലെ വെള്ളമൊക്കെ തോർത്തതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്യുന്നതും ഞെടുപ്പൊക്കെ കളയുന്നത്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള എന്നാണ് ഇതേ രീതി നീളത്തിൽ കട്ട് ചെയ്ത്, പച്ചമുളക് ഇങ്ങനെ 2ആയിട്ട് കീറുകയും ചെയ്തു. പിന്നെ വറ്റൽമുളക്, ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങയും എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈര് ഒരു 200 ഗ്രാം കണക്കാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിനി ആദ്യം നമുക്കിതിന് വേണ്ടുന്ന അരപ്പങ്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ കറി വെക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിതിനകത്ത് മിക്സിക്കകത്ത് തേങ്ങയും നമ്മുടെ ചെറിയ ഉള്ളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും 3 പച്ചമുളക് എരിവിനായിട്ട് 3 പച്ചമുളകും ചേർത്ത് 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് നമ്മൾ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചുകൊണ്ട് വരാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം, മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ വെണ്ടയ്ക്ക അങ്ങ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒന്ന് കൂട്ടിപ്പരട്ടിയതിന് ശേഷം നമ്മളൊരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഒന്ന് വാടിയതിന് ശേഷമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ച് വേവിച്ചെടുക്കണം. വഴന്ന് മൂക്കണം. കണ്ടില്ല, വഴന്ന് മൂത്ത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേവേണ്ട ആവശ്യമില്ല. അതിനകത്ത് മസാലകൾ മാത്രം പിടിച്ചാൽ മാത്രം മതി, എരിവും പുളിയൊക്കെ പിടിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മളിതിങ്ങനെ കോരിയെടുത്ത് എന്നിട്ട് ഇതിലേക്ക് തന്നെ നമ്മൾ ആ പച്ചമുളക് ഇട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ്. നമ്മൾ പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ച് വേവിച്ച് പച്ചമുളകും എടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കണ്ടില്ലേ, ഇതേ രീതിയിൽ മൂത്ത് നമ്മളതും ഇങ്ങ് കോരി എടുത്തിട്ട് ഇതിൽ കിടക്കുന്ന ആ സീഡെല്ലാം നമ്മളങ്ങ് മാറ്റും കേട്ടോ, പച്ചമുളകിൻ്റെ സീഡ്. അതുകൊണ്ട് ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മളിനി കറി തയ്യാറാക്കുന്നത്. വേറെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച്, കടുക് പൊട്ടിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് നമ്മൾ എന്നിട്ട് 2-3 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരുന്നു അതും ചേർത്ത് കൂട്ടി ഇളക്കി വറ്റൽമുളകും ഇട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട്. അപ്പം എന്തോ ഒരു വൈബ്രേഷൻ വന്നായിരുന്നു കേട്ടോ. ഇതിലേക്ക് നമ്മൾ നമ്മുടെ സവാള ഇട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങ് വഴന്ന് മൂക്കണ്ട, ഒന്ന് ക്രിസ്പി ആയിട്ടിരുന്നാൽ മതി. അതിനായിട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പും നമ്മൾ ചേർത്ത് കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മൾ വെണ്ടയ്ക്കായ്ക്കകത്തും ചേർത്തു, നമ്മുടെ ഇതിലും ചേർത്തു. ഇത് മൂത്ത് കഴിഞ്ഞപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് മൂത്ത് ക്രിസ്പി ആവേണ്ട. ഒന്ന് മൂത്ത് കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം പൊടി വിട്ട് കൂട്ടി ഇളക്കി നമ്മൾ അരച്ച് ഫൈൻ പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൂട്ട് നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത്രയും വെള്ളം മതി, നമ്മൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ അത് തന്നെ നമ്മൾ തൈര് ഉടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അരപ്പൊന്ന് തിളച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്കായും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഇതിനകത്തൊന്ന് കൂട്ടി ഇളക്കി അതൊന്ന് കൂട്ടി യോജിപ്പിച്ച് തിളച്ച് പിടിച്ച് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അതെല്ലാം ഒന്ന് കൂട്ടായി തിളച്ച് വന്നിട്ട് നമ്മളിതിലേക്ക് ഇനി നമ്മുടെ മോര് ഒഴിച്ചു കൊടുക്കണം. തൈര് ഉടച്ച മോരാക്കി എടുത്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഞാനൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് പിന്നെ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇച്ചിരി തിക്കായിട്ട് തോന്നി. അപ്പോൾ പിന്നെ ബാക്കി ആ മോരും കൂടെ നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിന് വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കുറുകിയ ചാറാണ് ഇഷ്ടം. അതുകൊണ്ട് കുറുകിയ ചാറോടുകൂടിയാണ് നമ്മളിത് തയ്യാറാക്കാനായിട്ട് മോരൊഴിച്ച് കൊടുത്ത് കുറുക്കിയത്. അപ്പോൾ നമുക്കിനി നമ്മുടെ വെണ്ടയ്ക്കായ്ക്കകത്തെല്ലാം ഈ പുളിയും എരിവും എല്ലാം ഒന്ന് പിടിക്കണം.
അത് നമ്മൾ എന്നിട്ട് ഉപ്പുമൊക്കെ നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെണ്ടയ്ക്കകത്ത് ഉപ്പ് ചേർത്തായിരുന്നു, സവാളയ്ക്കകത്ത് ഉപ്പ് ചേർത്തായിരുന്നു, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തിളയ്ക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നമ്മുടെ ഒന്ന് വേവണം. ഇതെല്ലാം കൂടി ഈ മോരും അരപ്പും എല്ലാം കൂടി ഇതിനകത്ത് കിടന്നൊന്ന് കൂട്ടി യോജിക്കണം. അപ്പോൾ നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാതിരുന്നാൽ ഒരു സൈഡിലിരുന്നത് പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കണ്ടില്ലേ. ഇത് നമുക്ക് ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് മക്കളെ. നമുക്ക് ചുമ്മാതായാലും കോരി കഴിക്കാൻ കുട്ടികളെല്ലാം ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ കൂടുതൽ ഈ വെണ്ടയ്ക്ക കുളിർന്ന് വെണ്ടയ്ക്ക കിട്ടുമ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം മക്കളെ. അതിനകത്ത് ഈ പച്ചമുളകും ഈ വറ്റൽമുളകും എല്ലാം കൂടെ ഒക്കെ ഞെരടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ എല്ലാം പാകമായിട്ടുണ്ട്. നമ്മളിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് കേട്ടോ. കണ്ടില്ലേ എന്താ ടേസ്റ്റാണെന്നറിയോ മക്കളെ. ഒരു തവണയെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കണം. ഉപേക്ഷ വിചാരിക്കരുത്. എല്ലാവരും ചെയ്യുന്നവരായിരിക്കും. ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ വെണ്ടയ്ക്ക എന്നൊക്കെ പറയും നമ്മുടെ ശരീരത്തിന് കൊളസ്ട്രോൾ എല്ലാവരും പറയും വെണ്ടയ്ക്ക കൊഴുപ്പാണെന്ന്. ഒരിക്കലുമില്ല. നമ്മുടെ വെജിറ്റബിൾ കൊഴുപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കൊഴുപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് കൊഴുപ്പേ അല്ല, ഏറ്റവും വൈറ്റമിൻ സി ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു വെന്ത് കഴിയുമ്പോൾ വൈറ്റമിൻ സി നഷ്ടപ്പെടും കേട്ടോ. ഏത് ഫുഡായാലും ഏത് വെജിറ്റബിൾ ആയാലും ആവി ചൂടടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വൈറ്റമിൻ സി നഷ്ടപ്പെടും. അപ്പം കണ്ടില്ലേ മക്കളെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ ലൈക്കും കമൻറ്റും, ആദ്യം കാണുന്ന മക്കൾ ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും ചെയ്ത് അമ്മയെ സഹായിക്കണ പോലെ ഹൈപ്പ് എന്നും പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതുപോലെ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണം. അപ്പം അമ്മ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ മക്കളെ. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പച്ചക്കറികളൊന്നും ഇങ്ങനൊന്നും വേസ്റ്റാക്കി കളയാം. പച്ചക്കറിയൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണങ്ങളുള്ളതാണ്. അപ്പം മക്കളെ, അപ്പോൾ എല്ലാവരും കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ്. മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ട്, ചൂട്. അപ്പോൾ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ധാരാളം തിളപ്പിച്ചാറിച്ച് വെള്ളം കുടിക്കണം, സേഫായിട്ടിരിക്കുക. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ മക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.